ഷാർജയിലെ വിഭജികയുടെയും കുഞ്ഞിൻ്റെയും ദുരൂഹ മരണത്തിൽ രജിസ്റ്റർ ചെയ്ത കേസ് ശാസ്താംകോട്ട ഡിവൈഎസ്പി അന്വേഷിക്കും. രാജ്യത്തിന് പുറത്തു നടന്ന കേസായതിനാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനും സാധ്യതയുണ്ട്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതേസമയം വിഭജികയുടെ അമ്മയും സഹോദരനും ഷാർജയിലെത്തി. വിഭജികയുടെ അമ്മ ശൈലജ നൽകിയ പരാതിയിൽ സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തി കുണ്ടറ പോലീസ് നിതീഷിനും കുടുംബത്തിനുമെതിരെ കേസെടുത്തിരുന്നു. കേസിന്റെ അന്വേഷണ ചുമതല ശാസ്താംകോട്ട ഡിവൈഎസ്പിക്കാണ്. റൂറൽ എസ് പി സാബു മാത്യു മേൽനോട്ടം വഹിക്കും. ആവശ്യമെങ്കിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് തീരുമാനം. ഇതിനായി പോലീസ് നിയമോപദേശവും തേടും. അതേസമയം വിഭജികയുടെ അമ്മ ശൈലജയും സഹോദരനും ഷാർജയിലെത്തി. നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊല്ലം കേരളപുരം സ്വദേശിനിയായ വിഭജികയെയും 1.25 വയസ്സുള്ള കുഞ്ഞിനെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിനു പിന്നിലെ കാരണക്കാർ ഭർത്താവും കുടുംബവുമാണെന്ന് വിഭജികയുടെ വീട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എനിക്ക് ഏതറ്റം വരെ പോയാലും എൻ്റെ മോക്ക് നീതി കിട്ടണം. അത് ഞാൻ മരണം വരെയും പൊരുതും. ഇനി ഒരു പെൺകൊച്ചുങ്ങൾക്കും ഇങ്ങനെ വരാൻ പാടില്ല, ഒരമ്മയ്ക്കും ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല. ഇതിനെ സാധൂകരിക്കുന്ന ശബ്ദരേഖകളും ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. തന്റെ മകളുടെയും കുഞ്ഞിന്റെയും മരണത്തിനിടയായവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നതാണ് വിഭജികയുടെ അമ്മ ആവശ്യപ്പെടുന്നത്. ജനം, കൊല്ലം.